ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് മാങ്ങ കറിയാണ്. അതിനായിട്ട് ഞാൻ 400 ഗ്രാം പ്രോൺസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ്. അതിലോട്ട് ഒരു മാങ്ങ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒരു മാങ്ങ പുളിയുടെ അനുസരിച്ച് വേണം നിങ്ങൾ മാങ്ങ ഇടാൻ. നല്ല പുളിയാണെങ്കിൽ കുറച്ച് മാങ്ങ ഉപയോഗിച്ചാൽ മതി. ഇതിപ്പം വലിയ പുളി ഇല്ലാതുകൊണ്ട് ഞാൻ ഒരു മാങ്ങ മൊത്തമായിട്ട് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് പുളി ഉണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് പച്ചമുളക് ചേർക്കുവാണ്. 4 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ മുളക് പൊടി കുറച്ചാണ് ചേർക്കുന്നത്. ഇത് തേങ്ങ അരച്ച പ്രോൺസ് മാങ്ങക്കറിയാണ്. 2-3 കറിവേപ്പില ഇട്ടു, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു. എന്തിനാ ഈ മാങ്ങ ഇപ്പം നമ്മൾ ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്നാലാണ് ഉപ്പും ഇതിനകത്തോട്ട് ഈ പുളിയും ഉപ്പും ചെമ്മീനകത്ത് പിടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മാങ്ങയും കൂടെ കൂട്ടി നമ്മൾ വെള്ളം ഒഴിച്ച് ആദ്യം ഇത് വേവിക്കും. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ തീ ഓണാക്കി. ഞാൻ പ്രോൺസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ പ്രോൺസ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു നൂല് പോലത്തെ ഒരു സാധനമുണ്ട്. അത് ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 വെളുത്തുള്ളിയാണ് ഇട്ടിരിക്കുന്നത്. 2 വെളുത്തുള്ളി ഇട്ടാൽ മതി, ഒത്തിരി കൂടരുത്. അതിലോട്ട് നമുക്ക് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുവാണ്. 1/4 ടീസ്പൂൺ. അപ്പം ഞാൻ 3 പച്ചമുളക് എരിവുള്ള ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കറി ഒരു മഞ്ഞ കളറാണ്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കറിയുടെ കളറും ടേസ്റ്റും ഒക്കെ ആകെ മാറിപ്പോൾ. അതുകൊണ്ടൊരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ആണ് ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം. ആദ്യം നമുക്കിത് നന്നായിട്ട് ഇച്ചിരി ഒന്ന് അരച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത്, ഒത്തിരി വെള്ളം ചേർത്ത് അരയ്ക്കരുത്, അപ്പോൾ ഇത് നന്നായിട്ട് അരിയത്തില്ല. ആദ്യം നമുക്കൊന്ന് അരച്ച് നോക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പ്രോൺസ് വെന്തതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കണം. ഇതാദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളച്ചതിന് ശേഷം നമുക്കൊരു മീഡിയം തീയിൽ ഇട്ടുക. അത് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ ഇടയ്ക്ക് നിങ്ങൾ ഇളക്കി നോക്കണം, അടിയിലൊന്നും വെള്ളം പറ്റി അടിയൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രോൺസ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അരപ്പിലോട്ട് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ. ഒരുപാടിട്ട് പ്രോൺസ് വേവിക്കരുത്, പ്രോൺസ് റബ്ബർ പോലെ ആകും. പ്രോൺസിന് മീനൊക്കെ പെട്ടെന്ന് വേവുന്നതാണ്. പ്രോൺസ് കറി വെക്കാൻ പ്രത്യേകം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിൻ്റെ പുറത്തെ ആ നാര് നന്നായിട്ട് കളയാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വയറിനൊക്കെ അസുഖം ഉണ്ടാവും. അതുപോലെ തന്നെ കുട്ടികൾക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് കുറച്ച് കൊടുക്കുക, കുഴപ്പമില്ല എങ്കിൽ കൂടുതൽ കൊടുക്കുക. ആദ്യമായിട്ട് പ്രോൺസൊക്കെ ചില കുട്ടികൾക്ക് അലർജി ഉണ്ടാകാറുണ്ട്. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കണം. പുളിയുടെ അനുസരിച്ച് നിങ്ങൾ മാങ്ങ ഇടാവുള്ളൂ. ചില മാങ്ങയ്ക്ക് നല്ല പുളിയായതുകൊണ്ട് കുറച്ച് ഒരു പീസ് ഇട്ടൊക്കെ ഇട്ടാൽ മതിയായിരിക്കും. 2-3 മിനിറ്റ് നന്നായിട്ട് തിളക്കട്ടെ. ഉപ്പും പുളിയൊക്കെ നോക്കട്ടെ. ഉപ്പും പുളിയൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് പുളി കുറവെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കുടംപുളി, നമ്മുടെ മീൻ കറി വെക്കുന്ന കുടംപുളി ഒരെണ്ണം കഴുകിയിട്ട് കീറി ഈ തിളയ്ക്കുന്ന സമയത്ത് ഇട്ടാൽ പുളി ആയിക്കോളും. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. കാരണം അരപ്പെല്ലാം വെന്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്, ചാറുണ്ട്. ഒരുപാട് വറ്റിപ്പോണ്ട, കാരണം ഇരുന്ന് കഴിയുമ്പോൾ തന്നെ കുറച്ചുകൂടെ ഇത് കുറുകും. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് താളിക്കാം. ചുവന്നുള്ളി ഇട്ട് കൊടുക്കുവാണ്. ഇപ്പം ഞാൻ 4 ചുവന്നുള്ളിയാണ് ചെറുതായിട്ട് കട്ടി ഇട്ടിരിക്കുന്നത്. 4 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില. കടുക് താളിക്കുന്നതിന്
ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചുവന്നുള്ളി നന്നായിട്ട് മൂക്കണം. അതാണ് ഈ ടേസ്റ്റ് കൂടുതൽ കറിക്ക്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടി എപ്പോഴും കടുക് താളിക്കുമ്പം കുറച്ച് ഇതിൻ്റെ കൂടെ ചേരുവാണെങ്കിൽ കറിക്ക് നല്ല കളറും കിട്ടും, കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ കടുക് താളിക്കുന്നതിനെല്ലാം തന്നെ ചേർക്കുന്നതാണ് കറിയുടെ ഏറ്റവും നല്ല ടേസ്റ്റ്. ചുവന്നുള്ളി ചുമക്കാനായിട്ട് തുടങ്ങുവാണ്. ഒരു 1/4 ടീസ്പൂണോടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞളിൻ്റെ ആ കുത്തൽ ഒക്കെ മാറണം. തീ ഓഫ് ചെയ്തു. ഇതിലോട്ട് കറിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇപ്പം നിങ്ങൾ ഈ കറിയിലേക്ക് ഇത് കൂട്ടി ഇളക്കരുത്. ഒരു 5 മിനിറ്റ് നമുക്കിത് മൂടി വെക്കാം. അപ്പോഴത്തേക്ക് കറിയിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ചേർന്ന് വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പം ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണ് ചെമ്മീൻ മാങ്ങാക്കറി. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.